ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കെരൂബുകൾ സറാഫുകൾ ദൂതരിവർ കെരൂബുകൾ സറാഫുകൾ ദൂതരിവർ സ്വർണ്ണ കാഹളം കഴുത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി രാജാധിരാജനം സുതനിൽ നിന്നുക പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ ഇനി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം തന്നെ നോക്കി പാർത്തിടും ജനം ജനം കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാരിപ്പോകുമേ മോദാൽ മോദാൽ വാരിപ്പോകുമേ മോദാൽ മോദാൽ വാരിപ്പോകുമേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി കേട്ടിട്ടാശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമായി കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി. ലക്ഷം
ദൂതസേവിതനിതാ രക്ഷോപലക്ഷം ദൂതസേവിതനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ രക്ഷോപലക്ഷം ദൂതസേവിതനിതാ രക്ഷോപലക്ഷം ദൂതസേവിതനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവൻ്റെ സമാധാനവും അവൻ്റെ സന്തോഷവും അവൻ്റെ ആശ്വാസവും പ്രാപിച്ചുകൊണ്ട് ദൈവം തന്ന നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം തന്ന നല്ല ആയുസ്സനായ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് യാചം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഒരു ഭാഗം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം: പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? രണ്ട് ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഒന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? രണ്ട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തതെന്ത്? പ്രിയപ്പെട്ടവരെ, ആദിമസഭയിലെ മഹാഭയമുണ്ടാക്കിയ ഒരു സംഭവമാണ് അനന്യാസിൻ്റെയും സഫീറയുടെയും മരണം. നമുക്കറിയാം, വ്യാജഭാവം ജീവിതത്തെ നിലനിർത്തിയത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതായി ദൈവം കണ്ടു. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പുതിയ നിയമത്തിലെ ഒരു മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഗൗരവമേറിയൊരു വിഷയമാണ് ഈ ആദിമ വിശ്വാസികളായിരുന്ന ഈ രണ്ടുപേരുടെയും മരണം. നമുക്കറിയാം, ഇവർക്ക് അനുദപിക്കാൻ അവസരം ദൈവം കൊടുത്തില്ല. ന്യായവിധി ക്ഷണത്തിൽ തന്നെ അവിടെ ജീവിതത്തിൽ സംഭവിച്ചു. ഭർത്താവിൻ്റെ വ്യാജഭാവത്തെ ഭാര്യ തിരുത്തിയില്ലെന്ന് മാത്രമല്ല, അതിനോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് എന്തുപറ്റി? രണ്ടുപേരും ന്യായവിധിയിലേക്ക് കടന്നു. ക്ഷണത്തിൽ അവിടെ മരിച്ചു വീണു. ഇത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എങ്കിലും അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ന്യായവിധി പെട്ടെന്ന് തന്നെ വന്നത്? പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യാജഭാവം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. ദൈവം ഏറ്റവും വെറുക്കുന്നതും ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് മനുഷ്യനിൽ വ്യാജഭാവം നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നത്, പിശാച് നിൻ്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നമുക്കറിയാം, ആദിമസഭയിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആ സഭയിലുണ്ടായിരുന്ന, ആ കൂടിയിരുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നിറവ് ലഭിച്ചു. നാം മനസ്സിലാക്കണം, ഒന്നുമില്ലാത്തവരായിരുന്നു. ജാതികൾ കാണും, യഹൂദന്മാർ കാണും, രണ്ടും ഒരുപോലെ, ദൈവസേനയിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ വന്നവർ, ദൈവവചനം കേട്ടവർ, അവർക്ക് പാപബോധം ദൈവം കൊടുത്ത്, അവർക്ക് കുറ്റബോധം ദൈവം കൊടുത്ത്, ദൈവത്തോടാണ് അവർ പാപം ചെയ്തതെന്നുള്ള ബോധ്യം അവിടെ കൊടുത്തിട്ട്, അവരുടെ പാപത്തെക്കുറിച്ച് അനുദപിക്കാൻ അവസരം കൊടുത്തിട്ട്,
അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, എല്ലാവർക്കും പരിശുദ്ധാത്മ നിറവ് ലഭിച്ചു. ഇത് വളരെ മനോഹരമായൊരു കാര്യമാണ്. പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ അടുത്ത നിമിഷം വരെയും വചനം കേൾക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു? സകല പാപത്തിലും ജീവിച്ചവർ, അവർക്ക് വ്യക്തമായൊരു തീരുമാനമൊന്നും ഇല്ലാത്തവർ, അവർ ദൈവവചനത്തിൻ്റെ ശക്തി അറിയാത്തവരായിരുന്നു. അവരെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നോ, അവരുടെ ജീവിതത്തിലെ പാപം ഗൗരവമുള്ളതാണെന്നോ, അവരെ നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ ഉതകുന്നതായ കാര്യങ്ങളാണ് ഇതുവരെ അവർ ജീവിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് പെട്ടെന്ന് ദൈവം അവർക്ക് അനുതാപം കൊടുത്തു, മാനസാന്തരം കൊടുത്തു. അതോടുകൂടി അവരുടെ ബന്ധനം അഴിയുക മാത്രമല്ല, അവരുടെ പാപങ്ങൾ കഴുകി കിട്ടുക മാത്രമല്ല, അവരുടെ മേൽ പരിശുദ്ധാത്മന നിറവ് ലഭിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി നമുക്കറിയാം. അതിൻ്റെ പ്രകടമായ തെളിവെന്നു ചോദിച്ചാൽ, അവർക്ക് ഏക ഹൃദയവും ഏക മനസ്സും ലഭിച്ചു എന്നാണ് പിന്നീട് വായിച്ചാൽ കാണുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് മാനസാന്തരം കിട്ടുമ്പോൾ കൂട്ടായ്മയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിനെ പകർന്നപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകതകൾ, ഒന്ന്, അവർക്ക് ഏക ഹൃദയം ലഭിച്ചു, ഏക മനസ്സ് ലഭിച്ചു. ഒറ്റ ഹൃദയം. അത് ആരുടെ ഹൃദയമാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയം. എല്ലാവരെയും സ്നേഹിപ്പാനും എല്ലാവരെയും കരുതാനും മറ്റുള്ളവൻ്റെ കുറവുകൾ ഓർക്കാതെ വണ്ണം അവരെ മാനിക്കുവാനും എല്ലാവർക്കും ഒരേ ലാക്കും ലക്ഷ്യവുമായിരിക്കുന്ന ഏക ഹൃദയം. പ്രിയപ്പെട്ടവർ, എത്ര മനോഹരമാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി ഒന്നിനും കൊള്ളിക്കാത്ത മനുഷ്യൻ, ആഴക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യൻ, അവനെ പൊക്കിയെടുത്ത് അവന് കൊടുക്കുന്ന പദവി എന്താണ്? അവന് സ്വസ്ഥതയുള്ളൊരു ഹൃദയം, സമാധാനമുള്ളൊരു ഹൃദയം, അവന് ദൈവത്തോട് കൂറുള്ള ഒരു ഹൃദയം, ദൈവത്തോട് സ്നേഹമുള്ള ഹൃദയം, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം മാനിക്കാനുമുള്ള ഏക ഹൃദയം കൊടുത്തു. രണ്ട്, ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി അന്നത്തെ കാലത്ത് അവർക്ക് സ്വന്തമെന്ന് പറയുന്ന എല്ലാം അവർ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. പ്രിയപ്പെട്ടവരെ, ആശ്ചര്യമായിട്ട് ഇന്ന് അത് അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. അന്നത്തെ കാലത്ത് അവർക്ക് ഈ വേൾഡ്ലി അറ്റാച്ച്മെൻറ്റ്, ലോകത്തോടുള്ള താല്പര്യം ഇല്ലാതാകാൻ അക്ഷരീയമായി അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഈ എല്ലാം പൊതു സ്വത്തായിട്ട് അവരുടെ ആവശ്യത്തിന് അത് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോസ്തലന്മാരുടെ നിന്ന് വാങ്ങിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ആത്മാവ് അവരുടെ ഹേമിച്ചു. അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചതെല്ലാം ഒന്നുമില്ലെന്ന് അവർക്കൊരു ബോധ്യം കിട്ടി. ഇതല്ല വിലപ്പെട്ടത്. സ്വന്തമായി അധ്വാനിച്ച് നേടിയതൊന്നും വിലപ്പെട്ടതല്ല. ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ കരുതിയ സ്വരുക്കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ഇനി ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ ഭാവി നോക്കാൻ ഒരാളുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ഞങ്ങളുടെ ഭാവി സുരക്ഷിതമായി കൊണ്ടു നടക്കാൻ, ഞങ്ങളുടെ കരം പിടിക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങളെ കരുതാൻ, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ക്ഷമിച്ചു തരാൻ ഈ ഭൂമിയിൽ ആരെക്കാളധികം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ടെന്നവർക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് അവർക്കുള്ളതെല്ലാം വിൽക്കാൻ അവർ തയ്യാറായി. മൂന്നാമത്തെ കാര്യം, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഈ ലോകത്തിലൂടെ അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കാൻ, പാപത്തോട് താല്പര്യം വരാതിരിക്കാനുള്ള കൃപ അവരുടെ മേൽ വ്യാപരിച്ചു. ഇതൊരു വലിയ ഭാഗ്യമാണ് പ്രിയരെ. വീണ്ടെടുക്കപ്പെടുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഒന്ന് ലോകം വിടാനുള്ള കൃപ. ഈ ലോകം ചപ്പെന്നും ചവറെന്നും എണ്ണുള്ളൊരു കൃപ. പാപത്തോട് താല്പര്യമില്ലാത്ത ഒരു അനുഭവം, പാപത്തെ വെറുക്കാനുള്ളൊരു കൃപ, അത് ഉയരത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, അന്ന് അവർക്ക് ആത്മനിറവ് ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മ നിറവ് അവർക്ക് ലഭിച്ചപ്പോൾ അവർക്ക് കിട്ടിയ 2-3 കാര്യമാണ്. ഒന്ന്, ഏക ഹൃദയം, പരസ്പരമുള്ള സ്നേഹബന്ധം. 2, എല്ലാം വിൽക്കാനുള്ള മനസ്സ്. 3, അതിന് ഉതകുന്നതായ കൃപ, ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നു കിട്ടി. അപ്പം ഇങ്ങനെയുള്ള ഒരു സഭയായിരുന്നു ആദിമസഭ. ഇത് കിട്ടാൻ കാരണം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അവർക്കത് ലഭിച്ചത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. മാനസാന്തരത്തിൻ്റെ വചനം പത്രോസിൻ്റെ നാവിൽ നിന്ന് അവർക്ക് ലഭിച്ചു. അവരുടെ പാപമുണ്ടെന്നും അവരുടെ പാപത്തിൻ്റെ കാരണം പിശാചാണെന്നും ആ പിശാച് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും ആ പിശാചിന് ഇടം കൊടുത്താണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് അവർക്ക് ബോധ്യം വന്നു. എന്നാൽ ഈ പിശാചിന് വരുത്തിയ പാപങ്ങൾ കഴുകിക്കിട്ടാൻ ഒരു മാർഗമുണ്ട്. അത് ക്രൂശിലെ ക്രിസ്തു മൂലമാണ്.
യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെയും പാപത്തിന് പരിഹാരം വരുത്താനാണ്. ചെയ്തു പോയ പാപങ്ങൾ മാത്രമല്ല, ഇനി പാപം ചെയ്യാതിരിക്കാൻ പിശാചിൻ്റെ പ്രലോഭനങ്ങളും ശക്തിയും എൻ്റെ മേൽ വ്യാപരിക്കാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ. അപ്പോസ്തലനിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ജനത്തിന് ബോധ്യം കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ചെയ്തു പോയ പാപത്തിന് പരിഹാരമുണ്ട്. അതിനാണ് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അവൻ്റെ കുറ്റം കൊണ്ടല്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു പാപവും ഉണ്ടായിരുന്നില്ല. അവനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ്. പാപം ചെയ്ത മനുഷ്യന് പാപത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ പാപം ചെയ്യാത്തൊരു മനുഷ്യൻ പാപയുടെ പാപം ഏറ്റെടുക്കണം. അതാണ് യേശു ക്രിസ്തു ചെയ്തത്. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൻ നമ്മളെ ജീവന തുല്യം സ്നേഹിച്ചു. അവനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ്. അവൻ അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. നമുക്ക് വേണ്ടി മരിപ്പാൻ, നമുക്ക് വേണ്ടി ഒരു യാഗമൃഗമായി തീരുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഏറ്റവും ദാരുണമായൊരു മരണം അവൻ ആസ്വദിച്ചത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇതാണ് മാനസാന്തരം, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള പാപമോചനം. യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ആഴത്തുള്ള ബോധ്യം. അതാണ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അതിൽ കൂടെ ഈ പിശാചിൻ്റെ പാപത്തോട് യാത്ര പറയാനും മനുഷ്യന് കിട്ടുന്ന കൃപയെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ്. നാമെല്ലാം യോഗത്തിന് പോകും, നമ്മളെല്ലാം വചനം കേട്ടവരാണ്. പക്ഷെ ഈ മർമ്മ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കയറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ് ചോദിച്ചാൽ, പാപത്തോട് എന്നേക്കുമായി യാത്ര പറയും, ലോകത്തോട് എന്നേക്കുമായി യാത്ര പറയും. നമ്മൾ വേർപെട്ട ജനമാണ്. നമ്മുടെ മേൽ യേശുവിൻ്റെ രക്തം വീണവരാണ്. നമ്മുടെ മേൽ ആത്മാവ് വ്യാപരിച്ചവരാണ്. നാം ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, പുരോഹിതന്മാരെന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അവർക്ക് പ്രത്യേക വസ്ത്രമുണ്ട്. അവരെ എവിടെ നിന്ന് നോക്കിയാലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ വേർതിരിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവർ, ഈ വേർതിരിവ് വീണ്ടെടുക്കപ്പെട്ട ജനത്തിനും അത്യാവശ്യമാണ്. നമ്മളെല്ലാം സാധാ മനുഷ്യരാണ്. പാപം ചെയ്യുന്ന മനുഷ്യനും പാപം ചെയ്യാത്ത മനുഷ്യനുമായിട്ടൊരു വേർതിരിവ് വന്നേ പറ്റുള്ളൂ. നമ്മുടെ നടപ്പിലും എടുപ്പിലും പ്രവൃത്തിയിലും സംസാരത്തിലും എല്ലാം വ്യത്യാസം വന്നേ പറ്റുള്ളൂ. നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ വിളി കേട്ടവരാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടവരാണ്. ദൈവത്തിൻ്റെ വചനത്താൽ അവൻ്റെ രക്തത്തിലേക്ക് ആകർഷിക്കപ്പെട്ടവരാണ്. ക്രൂശിൻ ചൂട്ടിൽ ചെന്നവരാണ്. യേശുവിൻ്റെ വചനം കേട്ട് നാം മാനസാന്തരപ്പെട്ടവനാണ്. അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. നാം വ്യത്യസ്തരാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആദിമസഭയിൽ കൃത്യമായിട്ട് ആ വേർതിരിവുണ്ടായിരുന്നു. ഇന്നതുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു ബോധം വേണം. ഞാൻ ക്രിസ്തുവിനോട് വേർതിരിക്കപ്പെട്ടവനാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. എന്നിൽ പാപം വരാൻ പാടില്ല. എന്നിൽ ലോകം കയറാൻ പാടില്ല. ഞാൻ തികച്ചും എല്ലാ രീതിയിലും എല്ലാ സമയത്തും എവിടെയും വ്യത്യസ്തനാണ്. അതാണ് അന്നത്തെ കാലത്തെ പത്രോസിൻ്റെ വചനം കൊണ്ട് ജനത്തിന് കിട്ടിയ ഏറ്റവും വലിയ ബോധ്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുന്നത്. മനുഷ്യൻ പാപമേറ്റു പറഞ്ഞ് പാപത്തോട് യാത്ര പറഞ്ഞു കഴിയുമ്പോൾ അവന് പാപം ക്ഷമിച്ചു കിട്ടുന്ന മാത്രമല്ല, അവന് പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ശരീരമില്ലാത്ത ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ പകർന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് നേർപാതയിൽ നടത്താൻ വഴി കാണിച്ചു തരാൻ, പാപത്തോട് അറപ്പും വെറുപ്പും തരാൻ, പരീക്ഷ വരുമ്പോൾ നമ്മളെ അലേർട്ട് ചെയ്യാനായിട്ട്, നമുക്ക് ആ ബോധ്യം തരാൻ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ച ശേഷം അവന് വിശന്നപ്പോൾ പിശാച് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കിടക്കുന്ന കല്ല് അപ്പമായി തീർന്ന നിൻ്റെ പ്രശ്നം തീരുമല്ലോ എന്ന്. ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിന് ബോധ്യം കൊടുത്തു, ഇത് പിശാചിൻ്റെ ആലോചനയാണ്, നീ വീഴരുത്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യം. പാപത്തിൽ വീഴില്ല. പാപത്തിൽ വീഴാതിരിക്കാനുള്ള ആ മുൻകൂറ് നമുക്ക് ബോധ്യം തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. പാപം ക്ഷമിച്ചു കിട്ടുന്നത് മാത്രമല്ല, അവരുടെ പാപം ക്ഷമിച്ചു കിട്ടി ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്തു. ആദിമസഭയിൽ നടന്ന കാര്യമാണ്. 2:31 വായിച്ചാൽ തന്നെ നമുക്കറിയാം. അവർ ദൈവത്തിൻ്റെ വലഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നു എന്നായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പറഞ്ഞ സാക്ഷാൽ ദൈവം തന്നെ.
ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു എന്ന്. നമ്മുടെ പാത്രം വെടിപ്പാക്കി കഴിയുമ്പോൾ, നമുക്ക് മാനസാന്തരം വരുമ്പോൾ, നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിൻ്റെ ചൂട്ടിൽ ചെല്ലുമ്പോൾ, നമ്മുടെ പാപങ്ങൾ കഴുകി കെട്ടിക്കഴിയുമ്പോൾ, പഴയതിനോട് യാത്ര പറയുമ്പോൾ, ദൈവം തേജസ്സോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന കൂടാരമടിച്ചു പാർക്കുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനം പകർന്ന് തന്നല്ലോ എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം മാഞ്ഞു കിട്ടി പരിശുദ്ധാത്മാവിനെ പകർന്ന് കിട്ടിയാണ് ആദിമസഭ ഈ അനന്യാസും സഫേറയും ഒക്കെ ഉണ്ടായിരുന്നതിനകത്ത്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന വചനം കേട്ട് മനസാന്തരപ്പെട്ടവരാണ് അനന്യാസും ഭാര്യ സഫേറയും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരുന്നു. തുടക്കം നല്ലത് തന്നെയായിരുന്നു. എല്ലാവരും അവർക്കുള്ളത് വിറ്റ് അവിടെ ദൈവസന്നിധിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അനന്യാസും അത് തീരുമാനിച്ചു. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അനന്യാസും ഭാര്യയും കൂടി ഒത്തൊരുമിച്ചാണ് ആ തീരുമാനം എടുത്തത്. എന്താ? എല്ലാം വിറ്റ ശേഷം അതിൽ ഒരംശം കൊണ്ട് സമർപ്പിച്ചു. അതെന്താ ചിന്തിക്കാൻ കാര്യം? അവർ ചിന്തിച്ച് എല്ലാം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരവരുടെ ഭാവിക്ക് വേണ്ടി കരുതി. ദൈവത്തെ അല്ല ഓർത്തത്, ദൈവവചനമല്ല ഓർത്തത്, ഈ ബന്ധനം അഴിയണമെന്നല്ല ഓർത്തത്, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണമെന്നല്ല ഓർത്തത്, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്നുള്ളതല്ല ഓർത്തത്, ഞങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശം വേണമെന്നല്ല ഓർത്തത്, ഞങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം വേണമെന്നുള്ളതല്ല ഓർത്തത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അനുഭവം വേണമെന്നല്ല അവർ ഈ ഭൂമിയിലെ കാര്യം ചിന്തിച്ചു. എല്ലാം കൊണ്ട് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും? തൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ നോക്കി. ഇതാണ് ഏറ്റവും വലിയ അപകടം. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, തൻ്റെ ആത്മാവിനെ കരുതാതെ ലോകത്തിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ നശിക്കും. എല്ലാം വിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നു, എൻ്റെ കാര്യം ദൈവം നോക്കും. തനിക്ക് വേണ്ടി കരുതുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുകയില്ല. എൻ്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ നാളേക്ക് വേണ്ടി ഞാൻ കരുതുമ്പോൾ ദൈവം അവിടെ മാറി. ഇവിടെ അനന്യാസ് സഫീറയ്ക്ക് പറ്റിയൊരു കുഴപ്പം, അവർക്ക് വേണ്ടി കരുതി, ഭാവിക്ക് വേണ്ടി കരുതി. അവർ ആ വചനം പാർഷ്യലായിട്ട് അനുസരിച്ചു, കുറച്ച് കൊണ്ടുപോയി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മുഴുവൻ സമർപ്പിക്കാൻ മനസ്സില്ല, സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരുന്നില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ വചനം കേട്ടവരാണ്, നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്, ആദ്യ സ്നേഹം ലഭിച്ചവരാണ്. വർഷങ്ങളായിട്ട് ജീവൻ്റെ വചനം ദിവസേന കേൾക്കുന്നവരാണ്. എല്ലാ രീതിയിലും സമ്പൂർണ്ണ സമർപ്പണമുണ്ടോ? നമുക്ക് ന്യായങ്ങളുണ്ട്, എല്ലാവർക്കും അവരവരുടെ ന്യായങ്ങളുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. പക്ഷേ ദൈവം സന്തോഷിക്കുകയില്ല. അനന്യാസിന് പറ്റിയത് അന്ന് സാമ്പത്തികമാണെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം, ഒരു സമ്പൂർണ്ണ സമർപ്പണം. ദൈവം പ്രസാദിക്കുന്ന ആ ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. എല്ലാം വിട്ട് ജീവിതം എൻ്റെ കരങ്ങളിൽ തരാൻ മനസ്സുണ്ടോ? നിന്നെ ഭരിക്കാൻ ഞാൻ വരാം, ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് വരാം, നിൻ്റെ കുറവുകൾ ഞാൻ പരിഹരിച്ചു തരാം, നിന്നെ നേർപാതയിൽ ഞാൻ നടത്താം, നിൻ്റെ കരം ഞാൻ പിടിക്കാം, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാം, ഞാൻ നിന്നോടുകൂടെ വസിക്കാം, ഞാൻ നിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാം, ഞാൻ നിൻ്റെ കണ്ണുനീരൊപ്പാം. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. എത്ര പേർക്ക് ഇതിൻ്റെ വില അറിയാം? നാം ദൈവത്തെ കാണുന്നില്ല, പക്ഷേ ദൈവത്തെ കണ്ടേ പറ്റുള്ളൂ. സമർപ്പണം വേണമെങ്കിൽ ദൈവത്തെ കണ്ടേ പറ്റുള്ളൂ. നമുക്കെല്ലാവർക്കും ഒരു പരിധി വരെ നമുക്ക് സമർപ്പണമുണ്ട്. പക്ഷെ അത് അനന്യാസിൻ്റെയും സഫീറയുടെയും സമർപ്പണം തന്നെയാണ്. എല്ലാം വിടില്ല. എന്തുകൊണ്ട്? എൻ്റെ ഭാവിയെ ഞാൻ നോക്കുന്നു. എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് അനന്യാസും സഫീറയും മരിച്ചു വീണതുപോലെ ഇന്ന് അനേകർ ആത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. എത്ര പേർ അറിയുന്നുണ്ട്? സമ്പൂർണ്ണ സമർപ്പണമില്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരികയില്ല. ദൈവമായിട്ടുള്ള ബന്ധം പോവും, ആത്മാവിൽ മരിച്ചു. ഏഴം തോട്ടത്തിൽ നിന്ന് സങ്കടത്തോടെ ഇറങ്ങിപ്പോയ ആദാമിൻ്റെ ഹവ്വയുടെയും അവസ്ഥയാണ് ഇന്ന്. ദൈവം കുറ്റക്കാരനാണോ? എന്നിട്ട് നമ്മൾ യോഗത്തിന് വരികയും ചെയ്യും, വചനം കേൾക്കുകയും ചെയ്യും, നമ്മൾ ആക്റ്റീവായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യും. പക്ഷേ ആത്മാവ് എവിടെ കിടക്കുന്നു? ആത്മാവ് മരിച്ചു കിടക്കുകയാണോ, അതോ ആത്മാവിന് ജീവനുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്, നടത്തുന്നത്? ഇത് ആർക്കും ഒരു വിഷയമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാര്യം ഗൗരവം മനസ്സിലാക്കണം. അനന്യാസും സഫീറയുടെയും ജീവിതം കൊണ്ട് നാം പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഭാഗികമായ സമർപ്പണം ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ്. കാരണം ദൈവത്തെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരു ശക്തനായൊരു ദൈവമുണ്ട്, എൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ എനിക്കൊരപ്പനുണ്ട്.
ലോകത്തിൽ ആരെന്നെ സ്നേഹിച്ചതിനേക്കാൾ അധികമായി സ്നേഹിച്ച ഒരുവനുണ്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് അനേകർ വചനം കേൾക്കുന്നവരാണെങ്കിലും ഈ നല്ലവനായ യേശുക്രിസ്തുവിനെ കാണാൻ അനേകർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഭാരം ചുമന്നവൻ, അവരുടെ ആഴക്കുടിയിൽ നിന്ന് പൊക്കിയെടുത്തവൻ, അവരെ കഴുകിയെടുത്തവൻ, അവരെ മാനിച്ചവൻ, സ്വർഗത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ, യേശുക്രിസ്തുവിൻ്റെ രക്തം വീണവൻ, ഞാൻ നിൻ്റേതാണ് നീ എൻ്റേതാണെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം കേട്ടവൻ, നല്ല വാഗ്ദാനങ്ങളെല്ലാം ലഭിച്ചവർ, പരിശുദ്ധാത്മാവിനെ പകർന്നു കിട്ടിയവർ, സാക്ഷ്യം പറഞ്ഞവർ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടു എന്ന സമർപ്പണം പറഞ്ഞവർ, ഇന്നിതാ അനന്യാസിനെയും സഫീറയും പോലെ ന്യായവിധിയിൽ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് അറിയണം. സങ്കീർത്തനം 119 104 വായിക്കാം. വേദപുസ്തകം എന്ത് പറയുന്നു? നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. വ്യാജമാർഗം ഞാൻ വെറുക്കുന്നു എന്നാണ് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. വ്യാജമാർഗം ഞാൻ വെറുക്കുന്നു. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ വായിക്കാം. വ്യാജവും ഭോഷ്കും എന്നോടകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. സദൃശവാക്യങ്ങളിൽ എഴുതിയ ആള് പറയുകയാണ്, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ആദിപിതാക്കന്മാരൊക്കെ ഇത് മനസ്സിലാക്കിയിരുന്നു. വചനം വ്യക്തമായിട്ട് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതിന് അത്രമാത്രം വില കൊടുക്കുന്നുണ്ട്. പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തു, അതുകൊണ്ട് വിട്ടുപിരിയാൻ മനസ്സ് വന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ആലോചനയ്ക്ക് ഘടകവിരുദ്ധമായി സാത്താൻ്റെ ഒരു ആലോചന കിട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ശരിയാണെന്ന് തോന്നി. ഇറ്റ്സ് എ ബെറ്റർ അഡ്വൈസ്. ഭാവിയെക്കുറിച്ചുള്ള അവിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് അവിശ്വാസം കയറി. നമുക്കറിയാം ഹവ്വായ്ക്ക് എന്താ സംഭവിച്ചത്. ഇന്നുള്ളതിനേക്കാൾ ശോഭനമായൊരു ഭാവി പല രീതിയിലും, ഇന്നുള്ളതിനേക്കാൾ വളരെ ശോഭനമായൊരു ഭാവി തരാമെന്ന് പിശാചു പറഞ്ഞു. ആത്മാവ് മരിക്കത്തില്ല. 2, കണ്ണ് തുറന്നു കിട്ടും, ദൈവത്തെ പോലെ ആകും, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ദൈവത്തെപ്പോലെ ആയിത്തീരുന്നുള്ള മോഹനമായ വ്യാജമായ ആ എല്ലാ ഉറപ്പുകളും പിശാച് കൊടുത്തു. അതവൻ്റെ പണി അവൻ ചെയ്യട്ടെ. പക്ഷേ ഹവ്വായ്ക്ക് എന്തുകൊണ്ട് ഈ നല്ലവനായ ദൈവത്തെക്കാളധികം പിശാചിനോട് താല്പര്യം വന്നു? അവ പോരെ ഇത്. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്നതിൽ സംതൃപ്തിയുള്ളവർക്ക് ഇതൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള അബദ്ധമൊന്നും പറ്റില്ല. എന്നെ ദൈവം തരുന്ന എനിക്ക് മതി, ഉണ്മാനും ഉടുക്കാനേ ഉണ്ടെങ്കിൽ മതി എന്നുള്ള വചനത്തിൻ്റെ ആഴം ജീവിതത്തിൽ വരുന്നില്ല. എനിക്ക് പണക്കാരനാകണ്ട, എനിക്ക് സുഖലോലിപത്വം വേണ്ട, എനിക്കൊന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ദൈവം മതി, എൻ്റെ ദൈവം തരുന്ന സമ്പത്ത് എനിക്ക് മതി, എൻ്റെ ദൈവം തരുന്ന സുഖങ്ങൾ എനിക്ക് മതി, എൻ്റെ ദൈവം തരുന്നത് എനിക്ക് മതി. അതിൽ വ്യാജമില്ല, അതിൽ പിശാചിൻ്റെ അവകാശങ്ങളൊന്നുമില്ല. എൻ്റെ ആത്മാവാണ് എനിക്ക് വിലപ്പെട്ട, ഈ ഭൂമിയിലെ കാര്യമല്ല. ഹവ്വായ്ക്ക് തെറ്റുപറ്റിയില്ലേ? കർത്താവ് അവിടെ സെക്കൻഡ് ചാൻസ് കൊടുത്തോ? ഒരു ദാക്ഷിണ്യമില്ലാതെ എന്തെടുത്ത് പുറത്താക്കി. അനുദപിക്കാൻ പറഞ്ഞോ? അനുതാപം കിട്ടിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭയപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യാജം. ഇന്നെല്ലാവരും ചോദിക്കും, ഹവ്വായ്ക്ക് എന്നെ ഇത്ര വലിയ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇല്ല പ്രിയപ്പെട്ടവരോട്, സെക്കൻഡ് ചാൻസിൻ്റെ വിഷയമില്ല. അവിടെ സ്നേഹമാണ് വിഷയം. എല്ലാ സൗഭാഗ്യം തന്ന് ദൈവ സാന്നിധ്യം കൊടുത്തിട്ട് അതിനേക്കാൾ വലുതായൊരു കാര്യം വേണമെന്ന് ഒരാൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നാലെ പോയെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്ഥിരതയുണ്ടോ? ഉള്ളതിൽ സംതൃപ്തിയുണ്ടോ? അല്ല, ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഉള്ള ആരോഗ്യത്തിൽ സംതൃപ്തിയില്ല, ഉള്ള സമ്പത്തിൽ സംതൃപ്തിയില്ല, ഉള്ള മക്കളിൽ സംതൃപ്തിയില്ല, ഉള്ള വീടിൽ സംതൃപ്തിയില്ല, ഉള്ള വാഹനത്തിൽ സംതൃപ്തിയില്ല. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച്, എനിക്കിപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ സമാധാനമായും സന്തോഷമായും സംതൃപ്തിയോടാണോ ജീവിക്കുന്നത്? സംതൃപ്തി ഇല്ലെങ്കിൽ നന്ദി വരില്ല, ദൈവത്തോട് കടപ്പാട് വരില്ല, ദൈവത്തിൻ്റെ വചനമനുസരിക്കാനുള്ള ബോധ്യം നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ഹൃദയം വേറൊന്നിനോ വേണ്ടിയേ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. ഹവ്വായ്ക്ക് പറ്റിയൊരു അബദ്ധം. 2, അബ്രാഹിനോട് സാറ ഒരു ഉപദേശം പറഞ്ഞു, നീ ദാസിയെടുക്കുകയെല്ലാം പറഞ്ഞു. ഒരു ദൈവവേദല് ഒന്ന് ചിന്തിക്കാൻ പാടില്ലേ? എന്താ അബ്രാഹം സ്വീകരിച്ചത്? ജഡം മരിച്ചിട്ടല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു ദൈവമുണ്ട്, ദൈവത്തിന് ഒരു ആലോചന ചോദിക്കാൻ പാടില്ലേ? ഭാര്യയാണ്, ശരിയാണ്, സ്വന്തം ഭാര്യയാണ്. ആ ഭാര്യയ്ക്ക് ചില വെസ്റ്റേൺ ഡ്രസ് ഉണ്ട്. പക്ഷെ അബ്രാഹാമിനോ? അബ്രാഹാം ദൈവത്തിൻ്റെ വിളി കേട്ടവനാണ്. അബ്രാഹാം അങ്ങനെ പോകാൻ പാടില്ല. സാറ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രൈമ ഫേസിൽ ആദ്യം തന്നെ, നീ എന്താടി പറയുന്നത്? ഞാൻ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അതവിടെ കെട്ടടങ്ങിയേനെ. അതിനകത്തൊരു നല്ല ആലോചന ഉണ്ടെന്ന് അബ്രാഹാം ചിന്തിച്ചു.
സാറയുടെ വാക്ക് ദൈവത്തിൻ്റെ ആലോചനയേക്കാൾ വലുതായി തോന്നി. പോയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ എടുത്തു കളയാൻ പാടില്ല, എടുത്തു കളയാത്തതായ, വിട്ടുപിരിയാൻ വയ്യാത്തതായ എന്ത് പാപമുണ്ടെങ്കിലും അത് നമ്മളെ തിരിച്ചു കടിക്കും. ഒരവസരം വരുമ്പോൾ നമ്മളെ തിരിച്ചു കടിക്കും. നമുക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. നമുക്കറിയാം, ലോത്ത് അബ്രാഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചവനല്ലേ. അവൻ്റെ ലാക്കും ലക്ഷ്യം ശുദ്ധമായിരുന്നില്ല. അബ്രാഹാമിന് ഒരുപക്ഷെ മക്കളില്ലാഞ്ഞുകൊണ്ട് ഈ സ്വത്തെല്ലാം ലോകത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണോ ഇനി ഞാൻ ചിലപ്പോൾ അങ്ങ് ചിന്തിക്കാറുണ്ട്. പക്ഷേ അബ്രാഹാം ബഹുസമ്പന്നനായി തീർന്നപ്പോൾ ലോകത്തിനൊരാഗ്രഹം, എനിക്കും അങ്ങനെയൊന്ന് വേണം. അത് മരിപ്പിക്കേണ്ടതായിരുന്നു. അബ്രാഹാമിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ, അബ്രാഹാമിൻ്റെ ദൈവത്തെ കണ്ടപ്പോൾ ആ ലോകത്തിന് അത് വരാൻ പാടില്ലായിരുന്നു. അത് കത്തിവെക്കേണ്ടതായിരുന്നു. കത്തിവെച്ചില്ല. എന്തു പറ്റി? നീരോട്ടുള്ള സ്ഥലത്തേക്ക് ഹൃദയം പോയി. ഞാൻ സങ്കടത്തോടെ ഓർക്കാറുണ്ട്, സോദോം ഗൊമോറ തീം കൊണ്ട് വെന്തുരുകിയപ്പോൾ വെറും കൈയോടെ ഓടിപ്പോരേണ്ടി വന്നു. ഇത്രയും വർഷത്തെ അധ്വാനവും എന്ത് നേടി? ദൈവവുമില്ല, സമ്പത്തുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്ക് പാഠങ്ങളാണ്. ശിംശോൻ, അവൻ ആശീർവാദസ്ഥനായിരുന്നു, ദൈവത്തോട് വാക്ക് പറഞ്ഞവനാണ്. എന്തു പറ്റി? ഒരു പെണ്ണിൻ്റെ സൗന്ദര്യത്തിന് മുമ്പിൽ വീണു പോയ ദൈവദാസനെ ദൈവത്തിൻ്റെ കാര്യം ഇവിടെ തകർത്തില്ലേ? ഇത്രയേ ഉള്ളോ ആത്മീയം? ഇത്രയേ ഉള്ളോ ക്രിസ്തു? ഇത്രയേ ഉള്ളോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി? ഇത്രയേ ഉള്ളോ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില? ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വീഴാനുള്ളതേ ഉള്ളോ? നാസർവദ് എന്നാണ് പേര്. ആ നാസർവദനായിട്ട് നിൽക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. കളിയല്ല, ആത്മീയം. എന്നിൽ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതീക്ഷ നിസ്സാരമൊന്നുമല്ല. വൻകാര്യം പ്രതീക്ഷയോടെ ദൈവം കണ്ണെങ്കിലും അതെല്ലാം തകർത്ത് മുടിക്കാൻ പിശാച് പരിപാടിയിട്ടതിനെ ചേർന്ന് എന്നാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ന്യായവിധിയിൽ വേറെ വല്ലതും പറ്റുമോ? നമുക്കറിയാം, ദാവീദിൻ്റെ കാര്യം ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ ദാവീദ് നിനക്കത് പറ്റി? ശരി, ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ടു, എന്നാൽ എല്ലാം മറക്കാൻ പറ്റുമോ? ആട്ടിൻതൊഴുത്തിൽ നിന്ന് ഈ അരമനയിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നവനെ നീ മറന്നുപോയോ? ആ മല്ലൻ്റെ മുമ്പിൽ നിന്നൊക്കെ പിടിച്ചു നിർത്തിയത് ആരാണ്? നിന്റെ കവണയിലെ കല്ലുകൊണ്ട് വീര പോരാളികളെ ചെന്നി തകർത്തത് ആരാണ്? നീ മറന്നുപോയോ ദാവീദേ? ആ ദൈവത്തെക്കാൾ വലുതാണോ ഈ സംഭവം? നീ കണ്ട കാഴ്ച അല്ല. രാജാവായി കഴിഞ്ഞപ്പോൾ പിശാച് ആലോചന കൊടുത്തു. വേദവസം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ജനത്തെ എണ്ണാൻ. എന്താ പറഞ്ഞ? പ്രമാണം കിടപ്പുണ്ട്. ജനത്തെ എണ്ണമെന്നുണ്ടെങ്കിൽ അത് ദേവാലയത്തിലേക്കുള്ള ഓരോ ആൾ പ്രകാരമുള്ള കാശ് അവിടെ കൊടുക്കണം, എങ്കിൽ മാത്രമേ എണ്ണാൻ പാടുള്ളൂ എന്നുള്ളത്. അതിൻ്റെ മഹത്വം ദൈവത്തിനുള്ളതാണ്. പക്ഷേ ദാവീദൊക്കെ മറന്നുപോയി. പടയാളി കമാൻഡർ പറഞ്ഞു കൊടുത്തു, അത് ചെയ്യരുത്, ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കൂസലുമില്ല. എന്നെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമൊന്നുമല്ല, ഞാനാണ്. എനിക്ക് അതിനുള്ള പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പിശാച ഹൃദയം കൈവശമാക്കി. എന്തുകൊണ്ടാണ്? പാപത്തെ പാപമായി കാണുന്നില്ല. പാപത്തെ ദൈവം എങ്ങനെ കാണുന്നുവോ അങ്ങനെ കാണുന്നില്ല. 2, പാപത്തിന് ലഘു ചികിത്സകൾ ചെയ്യുന്നു. സാരമില്ല, കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ഏറ്റുപറഞ്ഞാൽ മതി, തന്നെ മാറിക്കോളും, പ്രായമാകുമ്പോൾ എല്ലാം ശരിയായിക്കോളും. 3, പാപം സാരമില്ല. എല്ലാവരുടെയും ചിന്ത എങ്ങനെയാണ്? ഒരു ചിന്ത മാറി, ഒരു ദേഷ്യം വന്നു, ഒരു ഈർഷ വന്നു. ഈർഷ വരാത്തവരാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ ലഘുവായി ചെയ്തിരിക്കുന്നു. സാത്താൻ കയറി നിറങ്ങുകയാണ് അവിടെ. പാപം മാറിയാൽ മാത്രമേ നിത്യജീവന്റെ അവകാശം കിട്ടുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോയി എൻ്റെ പാപത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാനാണ്. പ്രകടമായ പാപം വിട്ടാൽ മതി, ചിന്തകളൊന്നും സാരമില്ലെന്ന് പറയുന്ന ഒരു കാലമാണ്. പാപം മാറിയില്ലെങ്കിൽ പിശാച് നമ്മളിൽ ഒളിഞ്ഞിരിക്കും. തക്ക സമയം വരുമ്പോൾ നമ്മളെ തകർത്ത് തരിപ്പണമാകും. പ്രിയപ്പെട്ടവരെ, നിരന്തരമായ പ്രാർത്ഥനയും പഴയ കാലത്ത് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുടെ എല്ലാം വേരുകൾ അകത്തുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് പ്രാർത്ഥനയോട് അത് വേര് കത്തിച്ചാമ്പലായി തീരാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സംഭവം ഉണ്ടാകരുത്. നമ്മൾ ന്യായവിധിയിലേക്ക് പോകാൻ ഇടവരരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. സകല പാപത്തിൻ്റെ ഉടമസ്ഥൻ പിശാചാണ്. നാം വിട്ടുകൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് തന്നിലേക്ക് വിട്ടുകൊടുത്തില്ലെങ്കിൽ, കഴുകിയെടുത്തില്ലെങ്കിൽ നശിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിനുള്ള കൃപ തരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.